ഒരു പിശാചു ബാലനെ അപ്പൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. ശിഷ്യന്മാർക്ക് ഈ മകനെ സൗഖ്യപ്പെടുത്താൻ കഴിയുന്നില്ല. അപ്പൻ ഈ കുഞ്ഞിനെ ഈശോയുടെ പക്കലേക്ക് നീട്ടുകയാണ്. ഇങ്ങനൊരു വചനം കാണാം: എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ. സ്നേഹമുള്ളവരെ, ഈ അപ്പൻ വിചാരിക്കുകയാണ് ശിഷ്യന്മാരെ പോലെയാണ് യേശു എന്ന്. യേശു പരാജയപ്പെടാൻ സാധ്യതയുണ്ടോ എന്നൊരു തോന്നൽ. ശിഷ്യന്മാർ പരാജയപ്പെട്ടു. എൻ്റെ മകനെ സൗഖ്യപ്പെടുത്താനുള്ള കഴിവ് ഈ ഈശോയിലുണ്ടോ എന്ന് തോന്നുമാറ് കഴിയുമെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കണമേ. കഴിയുമോ എന്നുള്ള ചോദ്യം ഏറെ ആകുലത നമുക്ക് സൃഷ്ടിക്കുന്നുണ്ടാവാം. സ്നേഹമുള്ളവരെ, യേശു ക്രിസ്തുവിൻ്റെ കഴിവിൽ, കൃപയിൽ ലേശം പോലും നിനക്ക് ഒരു സംശയത്തിനിടമില്ല. കാരണം സർവ കൃപകളുടെയും ഉറവിടം അവൻ തന്നെ എന്ന് വിശ്വസിക്കണം. എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള കൃപയുടെ ഉറവിടമാണ് ക്രിസ്തു എന്ന് നീ വിശ്വസിക്കണം. കഴിവുകൾ, സാധ്യതകൾ എല്ലാം ജന്മമെടുക്കുന്നത് ക്രിസ്തുവിൽ നിന്നാണ്. പിന്നെ കാണുകയാണ് അവൻ്റെ ജീവിതം മാറി മറിയുകയാണ്. ശിഷ്യന്മാരത് കഴിഞ്ഞ് ചോദിക്കുക, ഞങ്ങൾക്ക് എന്താ ഇത് ചെയ്യാൻ കഴിയാതെ പോയത്? സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായ പല വിഷയങ്ങൾ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ടാവാം. ഇത് സാധിക്കില്ല, ഇത് നമ്മുടെ കഴിവ് കൊണ്ട് സാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അത് ജീവിതത്തിൽ ബോധ്യപ്പെടുക എന്നുള്ളതാണ് ആദ്യത്തെ അവസ്ഥ. നമ്മുടെ കഴിവുകേടുകൾ നമ്മൾ അഡ്മിറ്റ് ചെയ്യുക. ചില വഴികൾ നമുക്ക് സാധിക്കില്ല, ചില മുൻപോട്ടുള്ള യാത്രകൾ നമുക്ക് സാധിക്കില്ല, ചിലതിനോട് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കില്ല, ചില കുടുംബങ്ങളിൽ ചില അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ സാധിക്കില്ല, ചില വ്യക്തികളോട് പോരാടുക ബുദ്ധിമുട്ടാണ്. ആ ഒരു സാധ്യതയെക്കുറിച്ച് മുൻപോട്ട് പോകുന്നതിന് വഴികളില്ല എന്നുള്ള കാര്യം നമ്മൾ ആദ്യം അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോഴാണ് ക്രിസ്തുവിൻ്റെ കൃപ അവിടെ പ്രവർത്തിച്ചു തുടങ്ങുക. നാം എവിടെ സുല്ലിടുന്നോ, നാം എവിടെ മാറി നിൽക്കുന്നോ, എൻ്റെ പരാജയം ഞാൻ അംഗീകരിക്കുന്നു, അവിടെ ദൈവം തൻ്റെ പ്രവർത്തനം ആരംഭിക്കും. ദൈവം പല ജീവിതങ്ങളിൽ ഇടപെടാത്തതിൻ്റെ കാരണം എന്താണെന്നറിയോ? നമ്മൾ നമ്മുടെ കഴിവിലും നമ്മുടെ മിടുക്കിലും ആശ്രയിക്കുന്നു എന്നൊറ്റ കാരണം കൊണ്ടാണ്. ഈ കഴിവും മിടുക്കും ബലങ്ങളും എല്ലാം ദൈവമല്ലേ നിനക്ക് തന്നത്? വല്ലാതെ എൻ്റെ കഴിവിലും മിടുക്കിലും സൗന്ദര്യത്തിലും കൃപയിലും ഒക്കെ അങ്ങ് ആശ്രയിച്ചു പോകുമ്പം തോന്നും ഇതൊക്കെ എൻ്റെ കഴിവ്, എൻ്റെ മിടുക്ക്, എൻ്റെ ബലങ്ങളാണ് എന്ന്. സ്നേഹമുള്ളവരെ, ഒരു വേള മാറി ഇതൊക്കെ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്നവയാണ് എന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ അവിടെ ദൈവം നിനക്ക് കൂട്ടായി മുൻപിലേക്ക് വരും. അവിടെ നിന്നെ മുൻപന്തിയിലെത്തിക്കാൻ ദൈവം നിൻ്റെ കൂട്ട് നിൽക്കും. നീ ഒരിക്കലും പരാജയപ്പെടില്ല. പരാജയം എന്ന് നിൻ്റെ ഡിക്ഷണറിയിൽ ഉണ്ടാകില്ല. ജീവിതത്തിൽ എപ്പോഴും വിജയം കണ്ട് മുൻപോട്ട് യാത്ര ചെയ്യാൻ ക്രിസ്തു നിന്നെ സഹായിക്കും. ക്രിസ്തു കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും നിൻ്റെ ജീവിതത്തിൽ പരാജയം ഉണ്ടാകില്ല. കേട്ടിട്ടില്ലേ? വിത്ത് ഗോഡ് ഐ ആം ഹീറോ, വിത്തൗട്ട് ഗോഡ് ഐ ആം സീറോ. വട്ടപൂജ്യമായി പോവും. ദൈവകരം ജീവിതത്തിൽ ഇല്ലയോ, പരാജയം എന്നും നിൻ്റെ ജീവിതത്തിൻ്റെ സ്വന്തമായിരിക്കും. ക്രിസ്തു കൂടെ ഉണ്ടെങ്കിൽ അനുഗ്രഹങ്ങൾ, നന്മകൾ, ഐശ്വര്യം എപ്പോഴും നിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി നിൽക്കും എന്നത് ഉറപ്പ്. വചനത്തിൻ്റെ ഉറപ്പാണിത്. ആമേൻ.